വാട്സപ്പിൽ കോളുകളും മെസ്സേജുകളും ഒക്കെ വരാനുള്ളത് കൊണ്ട് തന്നെ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും മുഴുവൻ സമയവും ഫോണിൽ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തു വെക്കുന്നവരാണ്. എന്നാൽ ഇത് നല്ല പ്രവണതയല്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിരിക്കണം. കാരണം മുഴുവൻ സമയവും നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് സജീവമാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കും നമ്മുടെ ഫോണിനും പല പ്രശ്നങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പോൾ മുഴുവൻ സമയവും നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് 5 പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ 5 പ്രശ്നങ്ങൾ എന്താണെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൽ ആദ്യത്തെ പ്രശ്നം അനാവശ്യമായ പോപ്പപ്പ് പരസ്യങ്ങളാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഭൂരിഭാഗം ഗെയിമുകൾക്കും ആപ്ലിക്കേഷനുകൾക്കും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഇത്തരം ആപ്പുകൾ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ സെർവറുകളിൽ നിന്ന് മുൻകൂട്ടി പരസ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാറുണ്ട്. ഇതിനെ ആഡ് ക്യാച്ചിങ് എന്നാണ് പറയുക. അപ്പം നമ്മൾ മുഴുവൻ സമയവും മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് അതിൻ്റെ സെർവറുകളിൽ നിന്ന് ഇത്തരത്തിൽ പരസ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റയും കുറയും. അതേപോലെ തന്നെ ഇത്തരം ഫ്രീ ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് പോപ്പപ്പ് പരസ്യങ്ങൾ നമുക്ക് വരികയും ചെയ്യും. ഇനി രണ്ടാമത്തെ പ്രശ്നം ബാറ്ററി ബാക്കപ്പ് ആണ്. നമുക്കറിയാം നമ്മുടെ ഫോണിലെ ഡിസ്പ്ലേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കപ്പെടുന്നത് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ്. നെറ്റ്വർക്കിൽ തന്നെ മൊബൈൽ ഡാറ്റ കൈമാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോൺ ഏറ്റവും കൂടുതൽ പിന്നീട് ബാറ്ററി ചെലവഴിക്കുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് കുറഞ്ഞ ഏരിയയിൽ നിന്നാണ് നമ്മൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ബാറ്ററി ഉപയോഗിക്കപ്പെടും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഇതുപോലെ മൊബൈൽ ഡാറ്റ ഓണാക്കി കിടക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷന് നോട്ടിഫിക്കേഷൻ കാണിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ യഥേഷ്ടം മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഡാറ്റ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ബാറ്ററിയും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക എന്നതാണ് ബാറ്ററി ലാഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. മൂന്നാമത്തേതാണ് ഏറ്റവും ഗൗരവമേറിയ പ്രശ്നം. ഇത് നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ ഫോണിലെ പല ആപ്ലിക്കേഷനുകൾക്കും നമ്മൾ മൈക്രോഫോൺ, ഗാലറി, ലൊക്കേഷൻ ഇങ്ങനെയുള്ള പല പെർമിഷനുകളും കൊടുക്കാറുണ്ട്. അപ്പോൾ സദാസമയവും നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആണെങ്കിൽ ഇത്തരം ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുകയും നമ്മുടെ താല്പര്യങ്ങളും സംഭാഷണങ്ങളും ഒക്കെ അടങ്ങിയ നമ്മുടെ മെറ്റാ ഡാറ്റ ഉണ്ടല്ലോ, അതായത് നമ്മൾ എന്താണെന്നുള്ള മെറ്റാ ഡാറ്റ കൃത്യമായി ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ സെർവറിലേക്ക് അത് സിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അതിൻ്റെ പരസ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വകാര്യ ഡാറ്റകൾ ഇത് ശേഖരിക്കുകയും നമ്മുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് നമ്മുടെ വിവരങ്ങൾ അതിൻ്റെ സെർവറിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുകയാണെങ്കിൽ അനാവശ്യമായിട്ട് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ സ്വകാര്യ ഡാറ്റകൾ അതിൻ്റെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് തടയാനും നമുക്ക് സാധിക്കുന്നതാണ്. നാലാമത്തത് ട്രാക്കിങ്ങും സ്പൈവെയറുകളുമാണ്. മുഴുവൻ സമയവും നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് അവൈലബിൾ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമ്മളെ ഫിഷിംഗ് ലിങ്കുകളിലൂടെയും സ്പൈവെയറുകളിലൂടെയും ഒക്കെ നമ്മുടെ വിവരങ്ങൾ ചോർത്താൻ സാധിക്കും. അത് ബാങ്ക് ഡീറ്റെയിൽസ്, വാട്സപ്പ്, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ സ്വകാര്യ വിവരങ്ങൾ, ഇതൊക്കെ ചോർത്തുന്നത് നമ്മുടെ ഫോണിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് പിന്നെ ഫോൺ കോളുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഹാക്കർക്കും നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു വിവരങ്ങളും പിന്നെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്താൽ ശേഖരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് സംശയമുള്ള ഘട്ടത്തിലൊക്കെ ഇതുപോലെ മൊബൈൽ ഡാറ്റയും വൈഫൈയും ഒക്കെ ഓഫ് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മളെ ആർക്കും ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അഞ്ചാമത്തേത് ഫോണിൻ്റെ വേഗതയും പെർഫോമൻസുമാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വൈഫൈയിലാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ഫോണിന് നല്ലൊരു വേഗത കാണാൻ സാധിക്കുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഫോണിൻ്റെ വേഗത അല്പം കുറയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ കാരണം ഓൾറെഡി നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ പ്രോസസ്സർ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോരാതെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ മൊബൈൽ ഡാറ്റ വേണം. ഇത്തരത്തിൽ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കാണിക്കാനും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഫോണിന് പ്രശ്നം വരുന്നത്. അപ്പോൾ ഏത് സമയത്തും ഇങ്ങനെ റാം ഉപയോഗിക്കപ്പെടുമ്പോൾ ഫോൺ ഹീറ്റാകും, സ്ലോ ആകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകും.
അപ്പോൾ ചെറിയ റാം കപ്പാസിറ്റിയും വളരെ ലോ ക്വാളിറ്റിയുള്ള പ്രൊസസ്സറും ഒക്കെയുള്ള മൊബൈൽ ഫോണാണെങ്കിൽ ഇത്തരത്തിൽ മൊബൈൽ ഡാറ്റ സദാസമയവും ഉപയോഗിക്കുന്ന സമയത്ത് ഫോണിന് വേഗതയും പെർഫോമൻസും ഒക്കെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലും നമുക്ക് ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ ഇതുപോലെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഫോണിൻ്റെ പെർഫോമൻസ് കൂട്ടാനും അനാവശ്യമായിട്ട് ഫോൺ ചൂടാകുന്നതൊക്കെ നമുക്ക് തടയാനും സാധിക്കുന്നതാണ്. ഇനി പകൽ സമയങ്ങളിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്. കാരണം ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ ഒരുപാട് സ്വകാര്യമായ കോളുകളും മെസ്സേജുകളും ഒക്കെ വരേണ്ടവരുണ്ടാവും. ഇത്തരം ആൾക്കാർക്കൊന്നും മുഴുവൻ സമയവും മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയമെങ്കിലും നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ആരോഗ്യവും നിങ്ങളുടെ സ്വകാര്യതയും മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ മൊബൈൽ ഡാറ്റ മുഴുവൻ സമയവും ഓൺ ചെയ്ത് വെക്കാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മുടെ ഫോണിനും നമുക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.